നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചെയ്യാന്ന് പറഞ്ഞാ ചെയ്യും. മര്യാദയ്ക്ക് വിളിക്കടി. ഏട്ടത്തിന്ന് വിളിക്കാൻ പറ്റില്ല. പറ്റില്ലേ? വിളിക്കില്ലല്ലേ? എടുത്തി എടുത്തി എന്ത് രസാ കേൾക്കാൻ. എന്ത് ഭംഗിയുള്ള ശബ്ദാടി നിന്റെ. ഈ ശബ്ദേ കൂശുമ്പ് പറയാൻ മാത്രമേ ഉപയോഗിക്കൂ. നിന്നെ പോലെ തല്ലിപ്പൊളിയായൊരുത്തി ലോകത്തില്ല. മനസ്സിലായോ? മനസ്സിലായോടി വേദ മാഡം? ഈ മാഡം മാഡം എന്നുള്ള വിളി കേൾക്കാനേ നല്ല സുഖല്ലേ? അല്ലേ? ഇതുവരെ വിളിച്ച മാഡം വിളിയൊക്കെ ഞാൻ തിരിച്ചെടുത്തു. കേട്ടോടി? എന്താ വേദേ? എന്താ ഇവിടെ ബഹളം? നിങ്ങളെ രണ്ടുപേരും കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. വന്നല്ലോ. ചേച്ചി, ഇവളുടെ സംസാരം കേട്ടോ? ഇവള് കള്ളു കുടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. കള്ളു കുടിക്കേ? എന്താടി? എന്താ എനിക്ക് കുടിച്ച ഇറങ്ങൂലേ? ഞാൻ കുടിച്ചിട്ടുണ്ട്. നിനക്ക് മണത്ത് നോക്കണം. നോക്ക്. നല്ല സാധനം, നല്ല സാധനം. എന്താടി നിന്റെ ഉദ്ദേശം? സൂര്യ കള്ളു കുടിക്കുന്നതന്നെ ഈ വീട്ടിലെ വലിയ പ്രശ്നം. ഇനി നിന്നെ കൂടെ സഹിക്കണോ നമ്മള്? സഹിക്കണം. നീയൊന്നും കള്ളു കുടിക്കൂലല്ലോ. പക്ഷെ നിന്നെയൊക്കെ ഇവിടെയുള്ള എല്ലാരും സഹിക്കുന്നില്ലേ? നിങ്ങളുടെ അമ്മ പത്മ മാഡം നിങ്ങളെ ന്യായീകരിക്കുന്നില്ലേ? ഈ ലോകത്ത് വേറെ ഒരാളെങ്കിലും എന്തെങ്കിലും വില തരുന്നുണ്ടോ നിങ്ങക്ക്? എങ്ങനെ ഉണ്ടാവാനാ? സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കക്ക, അതിന്ന് കൈക്കൂലി പറ്റ. കയ്യേ കഷ്ടം. ഇന്ദ്രജയ്, ഇവളെന്താ ചെയ്യണ്ടേ? അയ്യോ അയ്യോ വിജയ് സാറേ, സാറങ്ങനെ ചോദിക്കുന്ന എന്തിനാ? എന്നെ എന്താ ചെയ്യുന്നുള്ളതെന്ന് വെച്ചാ അങ്ങ് ചെയ്താ മതി. ഞാനിവിടെ നിക്കല്ലേ. തനിക്ക് നാണോ മാനോ ഉണ്ടോടോ? ഇവരുടെ ഈ സാരിത്തുമ്പും പിടിച്ച് ഇങ്ങനെ തിരുവാതിര കളിച്ച് നടക്കാനല്ലാതെ ആണായിട്ട് പിറന്നതിന്റെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടോ? 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 ഇന്ദ്രജയ്, ഇവക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നമുക്ക് പോവാം. ചെല്ല് ചെല്ല്. എന്നിട്ട് പെണ്ണുപിള്ളയുടെ സാരി അടുക്കി അടുക്കി വെച്ചിട്ടില്ലേ, അതിനകത്ത് കയറി ഇരിക്കും. തന്നെ കൊണ്ടൊക്കെ അതേ പറ്റും. നന്ദിനി, നന്ദിനി. സാറേ, ഞാനേ കള്ളു കുടിച്ചിരിക്കാന്ന് എല്ലാം മനസ്സിലായി. സാറിന്റെ കുഞ്ഞു പെങ്ങളുണ്ടല്ലോ വേദക്കുട്ടി, എന്നെ ഏട്ടത്തിന്ന് വിളിച്ചു. എന്ത് രസാന്നോ കേക്കാൻ. പിന്നെ സാറിന്റെ മൂത്ത പെങ്ങള് കള്ളിന്ന് പറഞ്ഞ ഈ ലോകത്ത് ഇവളെ പോലെ കള്ളി വേറെ ഇല്ല.
സാറ് കൈനീട്ടം കൊടുത്തപ്പോഴേ പത്മ മേഡം വന്നത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഇവള് നിൽക്കുന്ന ഇന്ദ്രജ മഹാറാണി എന്റെ അടുത്ത് വന്ന് കെഞ്ചി കെഞ്ചി നാണം കെട്ട് അത് വാങ്ങിച്ചോണ്ടായി. അറിയോ സാറിന്? എനിക്ക് ഇവളുമാരോട് സംസാരിച്ച് മതിയായില്ല സാർ. ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ മുറിയിൽ പോട്ടെ. എന്നിട്ട് നേരം വെളുക്കുന്നവരെ ഇവളുമാരെ ചീത്ത പറയണം. ഞാൻ പറയുന്നു കേക്ക്. തനിക്ക് വന്നേ, വാ മുറിയിലേക്ക് വാ. നോ മിസ്റ്റർ സൂര്യ, ഇന്നത്തെ ദിവസം മുഴുവൻ എനിക്കിങ്ങനെ നടക്കണം. ഇവളുമാരുടെ നെഞ്ചത്തും ചവിട്ടി തലയിലും ചവിട്ടി. ഈ മദ്യം നല്ലതാന്ന് സാറ് പറയുമ്പോഴേ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇത് സൂപ്പറാ. എനിക്ക് ഇവളുമാർ കാണുമ്പോഴാ കൈ ധരിക്കുന്നത്. നിനക്കൊക്കെ ഞാൻ ഞാൻ പറയുന്ന കേക്ക്. വെച്ചിട്ടുണ്ട്.